ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നേ. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ബൈ ഗോഡ്സ് ഗ്രേസ്. ഈ ഒരു വ്ളോഗ് നമ്മുടെ സേ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ ഭാഗമായി എടുത്ത് കുറച്ച് പ്രിപ്പറേഷൻ ക്ലിപ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലേറ്റ് ആയിപ്പോയി ഞാൻ പോസ്റ്റ് ചെയ്യാനായിട്ട്. എന്നാലും ചുമ്മാ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ, നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാനായിട്ട്. ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നുകൊണ്ട് തന്നെ നമ്മളൊരു തീം ബേസ്ഡ് ബർത്ത്ഡേ ആണ് ഉദ്ദേശിച്ചിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ബംബിൾ ബീ തീം. ഓക്കെ, ഹണി ബീ തീം. അപ്പം എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ നമ്മളിതൊരു വലിയ സെലിബ്രേഷനായിട്ടൊന്നും അല്ല നടത്തിയത്. ചെറിയൊരു സെലിബ്രേഷനായിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പം അതിൻ്റെ പ്രീവിയസ് ഡേയിൽ നമ്മൾ കുറച്ച് പ്രിപ്പറേഷനായിട്ട് റിട്ടേൺ ഗിഫ്റ്റ്സ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. റിട്ടേൺ ഗിഫ്റ്റ്സായിട്ട് നമ്മൾ കൊടുത്തത് ഹണി ബീയുടെ കീ ചെയിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന്, അത് കൂടാതെ നമ്മളിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന എന്താ പറയുന്നത്, ടോഫി ഫ്ലേവേർഡായിട്ടുള്ള പോപ്കോൺസ്, അതിങ്ങനെ ചെറിയ ചെറിയ പൗച്ചുകളായിട്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഈ പൗച്ചുകളെല്ലാം ഹണി ബീയുടെ ആ ഒരു ഡിസൈനും അതിൻ്റെ ആ ഒരു സംഭവം ആയിരുന്നുകൊണ്ട് തന്നെ കുറച്ച് രസമല്ലേ നമ്മുടെ ഈ കേക്കിൻ്റെ ടേബിളിൽ വെക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. പേരൻസും വിദ്ദുവും എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവരിലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ നമ്മളൊരു ബാസ്ക്കറ്റിൻ്റെ അകത്ത് ഫൈനലായിട്ട് ഇങ്ങനെ കുറേ പോപ്കോൺ പൗച്ചസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പോപ്കോൺ പൗച്ച് നമ്മൾ ഷീനിൽ നിന്നാണ് മേടിച്ചത്. കുറേ മോഡൽസ് ഉണ്ടായിരുന്നു, ഞാൻ ഇതാണ് മേടിച്ചത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ബീയുടെ ഡിസൈനൊക്കെ ഉണ്ട്. പോപ്കോൺ നമ്മൾ മോറിസിൽ നിന്ന് മേടിച്ചു. പിന്നെ ഈ കാണുന്നത് ഓ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ കപ്പ് കേക്കിൻ്റെ ഒക്കെ പുറത്ത് കുത്തി വെക്കത്തില്ലേ, ആ സൂത്രമാണ്. പക്ഷേ ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ, ദാറ്റ് ഇസ് ബർത്ത്ഡേയുടെ പാർട്ടി തുടങ്ങുന്ന മുന്നേ വെച്ചാൽ മതിയല്ലോ. പിന്നെ ഡോണറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോണറ്റ്സ് നമ്മൾ പ്രത്യേകിച്ച് ഡെക്കോറൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ ഈ റിട്ടേൺ ഗിഫ്റ്റ്സ് ഇത് ആമസോണിൽ നിന്ന് നമ്മൾ കീ ചെയിനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കിത് ഷീനിൽ കിട്ടും കേട്ടോ. ഷീനാണോ ടെമ്മുയിലാണോ കിട്ടും, പക്ഷേ കുറച്ച് സമയം എടുക്കുമല്ലോ വരാനായിട്ട്. അപ്പം ലാസ്റ്റ് മിനിറ്റിലായിരുന്നു റിട്ടേൺ ഗിഫ്റ്റ്സ് എന്ത് കൊടുക്കണം ക്ലിയർ ആവാതിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആമസോണിൽ നിന്ന് പിന്നെ പർച്ചേസ് ചെയ്യേണ്ടി വന്നത്. പിന്നെ ഈ ഒരു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ഈവനിങ്ങിൽ പിള്ളേരുടെ എല്ലാം തലയിൽ വെച്ചിട്ട് കണ്ടപ്പം നല്ല രസമായിരുന്നു. ഇത് ബീയുടെ ഹെയർ ബാൻഡ്സ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പിള്ളേർ സെറ്റുകൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് അതും ആമസോണിൽ നിന്ന് തന്നെയാണ് മേടിച്ചത് കേട്ടോ. പക്ഷേ വേറെ വെബ്സൈറ്റ്സിൽ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പേഴ്സും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി തീമിൽ. ഇപ്പോൾ ഈ കാണുന്നത് ഇത് ആക്ച്വലി നമ്മൾ സെയിലിന് ഓർഡർ ചെയ്തിരുന്ന കുറച്ച് ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു. ഇതിൽ ഏതിടണം എന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ പക്ഷേ സെക്കൻഡ് വൺ, ദാറ്റ് ഇസ് ആ മിഡിൽ ഇരിക്കുന്നതാണ് യൂസ് ചെയ്തത് കേട്ടോ. അതാണ് നമ്മൾ മെയിൻലി ഇട്ടത്. പിന്നെ അറിയാമല്ലോ, ഈ ഇങ്ങനത്തെ ഡ്രസ്സസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫ്രില്ലി അല്ലേ. അപ്പോൾ അവർ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ പിള്ളേരെല്ലാം അങ്ങ് ഇറിറ്റബിൾ ആവുമല്ലോ. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ടോപ്പ് ഈ റൈറ്റ് സൈഡിലിരിക്കുന്നതാണ് നമ്മൾ ഇട്ടത്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ നമ്മുടെ പാർട്ടിയുടെ ദിവസം എടുത്തിരുന്ന കുറച്ച് ക്ലിപ്സാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഇതൊന്നും ഞാനല്ല എടുത്തത്, ജോണത്തനാണ് എടുത്തിരുന്നത്. അപ്പം അതെല്ലാം കൂടി ഞാൻ ക്ലബ് ചെയ്ത് ഇവിടെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡിലായിരുന്നു നമ്മൾ ഈ ഒരു ചെറിയ സെലിബ്രേഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ആ ഡെക്കിങ് ഏരിയയിൽ നമ്മൾ ചെറിയൊരു സ്റ്റേജ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് നമ്മൾ ലുമിനാർ ഈവൻസിനെ തന്നെയാണ് ചൂസ് ചെയ്തത്. ബിബിൻ ചേട്ടനും മക്കളുമാണ് ഇത് വന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ജെൻഡർ റിവീലിൻ്റെ സ്റ്റേജും സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ബർത്ത്ഡേ പാർട്ടി ആക്ച്വലി തീം ബേസ്ഡ് ആയിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഹണി ബീ ആണല്ലോ തീം ചൂസ് ചെയ്തത്. അപ്പം ഹണി ബീയുടെ ആ ഒരു യെല്ലോ ബ്ലാക്ക് കളറുണ്ടല്ലോ, അതായിരുന്നു ഞങ്ങൾ, ദാറ്റ് ഇസ് ഞാനും ജോബി, ഡാഡി മമ്മി വിദ്ദു, പിന്നെ കുഞ്ഞ് യെല്ലോ ഷെയ്ഡായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഒന്നീ യെല്ലോ അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ മിക്സ് ഓഫ് ദീസ്. ഓക്കെ, അപ്പം അങ്ങനെ.
കുഞ്ഞിന് പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നോ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു കേട്ടോ. ആരുടെ ബർത്ത്ഡേ, ഏത് ബമ്പിൾ ബീ പിന്നെ കുറേ ആൾക്കാരെ കാണുമ്പം നമ്മൾ ഓർക്കുമായിരിക്കുമല്ലോ, സംതിങ് ഈസ് ഹാപ്പനിങ് എന്നുള്ളൊരു ഫീലിംഗ് കാണുമായിരിക്കാം. ഒരു 5:30, 5:45 ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർ സെറ്റൊന്നും പിന്നെ പറയേ വേണ്ട. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡും ഹാപ്പിയായിരുന്നു. അത് കാണുമ്പോൾ നമുക്കും സന്തോഷം. പിന്നെ ഞാനിവിടെ ഹെയർ ബാൻഡ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വെച്ചു. ആൻഡ് ആസ് ഓൾവേസ് നമ്മുടെ പ്രാർത്ഥന നമ്മൾ ലീഡ് ചെയ്തത് ബൈചാൻ തന്നെയായിരുന്നു. അപ്പം ബൈചാൻ പ്രാർത്ഥിച്ച് തുടങ്ങി. ആൻഡ് നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടന്നു. അതിന് ശേഷം വി വെൻ ഡയറക്ട്ലി ഇൻ ടു ഡിന്നർ. നമ്മൾ കൂടുതൽ പരിപാടികളായിട്ടൊന്നും ചെയ്യാൻ നിന്നില്ല, ബിക്കോസ് ദ വെദർ വാസ് ഗെറ്റിംഗ് എ ലിറ്റിൽ കൂളർ ആൻഡ് ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു മഴ വല്ലതും പെയ്യുമെന്ന്. പക്ഷേ ഒന്നും പറ്റിയില്ല, ദൈവകൃപയാൽ എല്ലാം ഇറ്റ് വെൻ റിയലി വെൽ. പിന്നെ കേക്ക് കട്ടിങ്ങിനെ പറ്റി വരുമ്പം നമുക്ക് കേക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. കേക്ക് അടിപൊളിയായിരുന്നു. വി ഓർഡേഡ് ദിസ് കേക്ക് ഫ്രം ഡ്രീം കേക്ക്സ് ഇൻ ഹാരോഗേറ്റ്. ഓക്കെ, അടിപൊളി കേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസൈനിൽ ഐ ജസ്റ്റ് ഫെൽ ഇൻ ലവ്. ഞാനിത് പിൻട്രസ്റ്റിൽ കണ്ടിരുന്ന ഒരു ഡിസൈനായിരുന്നു. ഇതങ്ങനെ ഞാൻ അയച്ചപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതുപോലെ എനിക്കിത് കൈ വന്ന് ചേരുമെന്ന് കേട്ടോ. ആൻഡ് റിഗാർഡിങ് ദ കേക്ക് ഫ്ലേവർ, ഇറ്റ് വാസ് ഹണി കേക്ക് വിത്ത് ചെറീസ് ആൻഡ് വാൾനട്ട്സ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കേക്ക് കഴിച്ചിട്ട് മതിയാവാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേക്ക് തന്നെ വീണ്ടും ഓർഡർ ചെയ്തു കേട്ടോ. ഡാഡിയും മമ്മിയും പോകുന്നതിന് മുന്നേ നമ്മൾ ഈ സെയിം കേക്ക്, സെയിം ഫ്ലേവർ എല്ലാം സെയിം ആയിട്ട് തന്നെ ഓർഡർ ചെയ്തിട്ട് നമ്മളൊരു ചെറിയ പോർഷൻ വി എൻഷുർ ദാറ്റ് വി സെൻഡ് ഇറ്റ് ഫോർ ശ്രേയ ആസ് വെൽ, സോ ദാറ്റ് ഷീ ക്യാൻ ഓൾസോ ഹാവ് ഇറ്റ്. കാരണം അത്രയും തന്നെ ടേസ്റ്റായിരുന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞ് നേരെ നമ്മൾ ഡിന്നറിലേക്കാണ് പോയത്. ഡിന്നറിനെ പറ്റി പറയുമ്പം നമ്മുടെ സ്വന്തം പ്രദീപ് അച്ചച്ചൻ്റെ ഫ്ലേവേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ ആയിരുന്നു നമ്മുടെ ബർത്ത്ഡേ ഡിന്നർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് റിയലി യമി. സ്റ്റാർട്ടറായിട്ട് നമ്മുടെ കട്ട്ലേറ്റും ചട്നിയായിരുന്നു, സാലഡായിരുന്നു. ആൻഡ് ദെൻ വി ഹാഡ് മട്ടൻ ബിരിയാണി ടു ഫോളോ വിത്ത്. അതിന് ശേഷം ഫ്രൂട്ട് സാലഡും പിന്നെ അച്ചച്ചൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. അപ്പം ബിരിയാണിയുടെ കൂടെ ആ ഡ്രിങ്ക് ആയിരുന്നു നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ ഇറ്റ് വാസ് റിയലി ഗുഡ്. എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് എല്ലാവരും സന്തോഷത്തോടെ വയറ് നിറഞ്ഞാണ് വീട്ടിൽ പോയത്. സോ വി വർ ഓൾസോ ഇവൻ ഹാപ്പി. പിന്നെന്താ പറയുക, എല്ലാം കൊണ്ടും നമ്മൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ, പക്ഷേ അത് നന്നായിട്ട് തന്നെ നടത്തി കിട്ടിയതുകൊണ്ട് വി വർ സോ താങ്ക്ഫുൾ ടു ഗോഡ്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ദിവസം നടന്ന വിശേഷങ്ങൾ. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല നല്ല പുതിയ വ്ളോഗ്സായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ യെസ്, അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് ആൻഡ് ബൈ.